السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. Dear friends, നമ്മൾ അഹ്കാമുൽ മീം സാക്കിനയിൽ അതിൻ്റെ നിയമത്തിൽ അവസാനത്തെ നിയമം പഠിക്കാൻ പോവാണ്, ഇൽഹാർ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അഹ്കാമുൽ മീം സാക്കിന. അതിൽ അറബിയിൽ നമ്മളിപ്പോൾ അലിഫ് വാവ് യാ സുക്കൂനുള്ളത് ഒഴിവാക്കി മാറ്റി നിർത്തിയാൽ 28 ലെറ്റേഴ്സ്, ഈ 28 അക്ഷരങ്ങൾ മീം സാക്കിന സുക്കൂനുള്ള മീമിന് ശേഷം എന്ന് പറഞ്ഞാൽ ഫത്ഹ കസ്റ ലൊമ്മ വരാത്ത മീമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള നിയമങ്ങളാണ്. അതിൽ മീം സാക്കിനയുടെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീം സാക്കിന് ശേഷം മീമും ബാവും വന്നാൽ രണ്ട് നിയമങ്ങൾ. ബാ വന്നാൽ ഇഖ്ഫാ, മീമു വന്നാൽ ഇദ്ഗാം. ബാക്കി 26 ലെറ്റേഴ്സ്, 26 അക്ഷരങ്ങളും ഇൽഹാർ എന്ന നിയമത്തിൽ വരുന്നതാണ്. ഇൽഹാർ നമ്മൾ പഠിച്ചല്ലോ. എന്താണ് ഇൽഹാർ? നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയാം. നമുക്ക് നോക്കാം. കവിതയിൽ ഇങ്ങനെ പറയുന്നത്, തുഹ്ഫത്തുൽ അത്ഫാലിൽ, വസ്സാലിസുൽ ഇൽഹാറു ഫിൽ ബഖിയ്യ മിൻ അഹ്റുഫിൻ സമ്മിഹാ ശഫ്വിയ്യ. വസ്സാലിസുൽ ഇൽഹാറു ഫിൽ ബഖിയ്യ, ബാക്കി അക്ഷരങ്ങളെല്ലാം ഫിൽ ബഖിയ്യ, അത് ഇൽഹാറാണ്. മൂന്നാമത്തെ നിയമം ഇൽഹാർ. ബാക്കി അക്ഷരങ്ങളിൽ 26 അക്ഷരങ്ങൾ മീം സാക്കിന് ശേഷം എന്നാൽ ഇൽഹാറാണ്. അതിന് ഷഫ്വിയ്യ എന്ന് പറയും. ഇൽഹാർ ഷഫ്വിയ്യ. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നൂൻ സാക്കിന തെൻവീനിന് അവിടെ ഒരു ഇൽഹാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നൂൻ സാക്കിന തെൻവീൻ്റെ നിയമത്തിൽ. അതിന് വ്യത്യസ്തമായി മീം സാക്കിനയുടെ മനസ്സിലാവാൻ ഇൽഹാറു ഷഫ്വി എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ചില എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സൂറത്തുൽ കാഫിറൂൻ ഒന്ന് ഓതി നോക്ക്. സൂറത്തുൽ കാഫിറൂൻ, അതിൽ ഈ നിയമം വരുന്നുണ്ടോ നമുക്ക് നോക്കാം. എൻ്റെ കൂടെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതിൽ വന്നിട്ടുണ്ടോ നോക്ക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ മീം സാക്കിൻ ഉണ്ടോ? ഇല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ഇല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അൻതും അല്ലേ ആബിദൂൻ. അവിടെ മീം സാക്കിന വന്നു. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അവിടെ എങ്ങനെ ഓതാ? വലാ അൻതും ആബിദൂന. എങ്ങനെ ഓതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻതും ജസ്റ്റ് ലിപ്സ് ക്ലോസ് ചെയ്യണം കേട്ടോ. മീം സാക്കിന് വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കുക നമ്മുടെ ചുണ്ട് ക്ലോസ് ചെയ്യുന്നു. അൻതും എന്നിട്ട് അടുത്ത അക്ഷരം ഓതാ. ആബിദൂൻ മണിക്കേണ്ട ആവശ്യമില്ല. അൻതും അവിടെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين لكم دينكم ولي دين. അല്ല നോക്ക്, ലക്കും ദീനുക്കും അങ്ങനെ നോക്കിയോ. അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ മീം സുക്കൂന് വരുമ്പോൾ ലക്കും ലിപ്സ് ക്ലോസ് ചെയ്യുന്നു, ദീനുക്കും വലിയ ദീൻ. അപ്പോൾ ഇൽഹാർ എങ്ങനെ ഓതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
26 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മീമ് സുക്കൂനോട് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും മണിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? വെരി ക്ലിയർ ആയിട്ട് ഉച്ചരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ ചുണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അടുത്ത അക്ഷരം ഉച്ചരിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. ഉദാഹരണം, കുന്തും കുന്തും തക്ഫുറൂൻ, കുന്തും കുന്തും തക്ഫുറൂൻ. ഒരു ഗ്യാപ്പ് ഫീലില്ലേ? തും തക്ഫുറൂൻ. അധികം സമയം എടുക്കരുത് കേട്ടോ. കുന്തും തക്ഫുറൂൻ അല്ലേ? മൗലാക്കും നിഅമൽ മൗലാ, ഹുവ മൗലാക്കും നിഅമൽ മൗലാ, ഹുവ മൗലാക്കും നിഅമൽ മൗലാ അല്ലേ? മൗലാക്കും നിഅമൽ മൗലാ. നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ അവസാനത്തെ ആയത്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അല്ലേ? നമ്മൾ ഫോക്കസ് എവിടെയാണ്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അവിടെ എങ്ങനെയാണ്? അലൈഹിം വ അലൈഹിം വലദ്ദാല്ലീൻ. അപ്പോൾ നമ്മൾ നോക്ക്, അലൈഹിം. ഇനി നമ്മൾ സൂറത്തുൽ ഖുറൈശ് ഓതി, അതൊന്നുകൂടെ ഓതി നോക്ക്. അവിടെ എവിടെ വരുന്നത് നോക്കാം. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് അല്ലേ? ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് إيلافهم رحلة الشتاء والصيف إيلافهم رحلة الشتاء والصيف. അപ്പോൾ إيلافهم رحلة ആരും إيلافهم رحلة ഓതരുത് കേട്ടോ. إيلافهم رحلة അങ്ങനെ ഉണ്ടല്ലോ, അത് തെറ്റാണ്. إيلافهم رحلة അങ്ങനെ ശരിക്കും ഓതുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം കറക്റ്റ് ആവുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 അക്ഷരങ്ങൾ ആ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വഹ്ദർ ലദാ വാവിൻ വഫാഅൻ തഖ്തഫി ലിഖുർബിഹാ വത്തിഹാദി ഫഅറുഫി. ഇതെങ്ങനെ മനസ്സിലായി തരാം. 2 അക്ഷരങ്ങൾ നോക്കുക. ഹും ഫീഹ, ഹും ഫീഹ. വഅലൈഹിം വല, വഅലൈഹിം വല. മീം സാക്കിന് ശേഷം ഏത് അക്ഷരം വന്നത്? വാവ് വന്നു, ഫ വാവ്. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത് വഹ്ദർ ലദാ വാവിൻ വഫാഅൻ തഖ്തഫി. മീം സാക്കിന് ശേഷം വാവും ഫാവും വരും, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഇൽഹാറിന് പകരം ഇഖ്ഫ ആകും, വ്യക്തമാക്കുന്നതിന് പകരം അങ്ങനെ മറച്ചിട്ട് ഓതാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ്? നമ്മളിങ്ങനെ സ്പീഡിൽ ഓതാണ്. ഹും ഫീഹ, ചിലപ്പോൾ അങ്ങനെ വന്നോ? ഒന്ന് ഓതി നോക്ക്. ഹും ഫീഹ, ഹും ഫീഹ പകരം ഹും ഫീഹ എന്നാൽ ഇപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞത്, അങ്ങനെ ആളുകൾക്ക് സംഭവിച്ചു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട്. ഹും ഫീഹ അത് തെറ്റാണ്. ഹും ഫീഹ, ഹും ഫീഹ അല്ലേ? മീമിനേഷൻ വാവ് വരുമ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അലൈഹിം വലദ്ദാല്ലീൻ തെറ്റല്ലേ? അലൈഹിം വലദ്ദാല്ലീൻ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണ്ടല്ലോ ഫാത്തിഹയിൽ അവസാനത്തെ ആയത്ത് അലൈഹിം വലൽ. അപ്പോൾ നമ്മളെന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അലൈഹിം വലദ്ദാല്ലീൻ. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി ഓതുമ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അപ്പോൾ തെറ്റാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അല്ലേ? അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 അക്ഷരങ്ങൾ ലിഖുർബിഹ വലിത്തിഹാദി ഫഅറുഫി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഇങ്ങനെ പരസ്പരം അല്ലേ അടുത്ത് വരുന്നു, പരസ്പരം യോജിച്ച് വരുന്നു പല കാര്യങ്ങളിലും. ഹും ഫീഹ, ഫ ഹും അല്ലേ, രണ്ടും ഇവിടെ ചുണ്ടിൽ ടച്ച് ചെയ്ത് നമുക്കറിയാൻ പറ്റും. വാവ്, വാവ് മീം അല്ലേ, രണ്ടും ഇതൊക്കെ ലിപ്സുമായി കണക്ട് ചെയ്താണ്.
അല്ലേ, ചുണ്ടുമായി കണക്ട് ചെയ്ത് വരുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് ഓതും പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ, എല്ലാവരും ഒന്ന് അൽഹംദുലില്ലാ പറഞ്ഞേനെ. നമ്മൾ മീം സാക്കിനയ്ക്ക് ശേഷം അറബിയിൽ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉച്ചരിക്കുമെന്ന് കൂടി അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ പഠിപ്പിച്ചതാരാ? അള്ളാഹു ആണ്. നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. നല്ല ഇൽമൊക്കെ നമുക്ക് കിട്ടും, നമുക്ക് തരുന്നവരാണ് അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതം പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, ശരിക്ക് അതൊരു തറവായിട്ട് മാറുക. അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായിട്ട് തജ്വീദ് അനുസരിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നാളെ പരലോകത്ത് ഖുർആനോദി ഇഖ്റ വറത്തഖി വറത്തിൽ കമാ തുറത്തിലു ഫിദ്ദുന്യ, അല്ലേ, പരലോകത്ത് പറയുമല്ലോ, ഈ ഖുർആനോദി സ്വർഗത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കയറിക്കൊള്ളുക, അതുപോലെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിലേക്ക് എത്താൻ, അങ്ങനെ കയറി ഫിർദൗസിലെത്താൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.